അപ്പോൾ ഇന്ന് നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ ആണോ, ഇവിടെയാണോ സീറോസ് വരുന്നത്, ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ സീറോസ് വരുന്നത് എന്നൊക്കെ ചിലർക്ക് കൺഫ്യൂഷൻ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ ട്രിക്ക് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ 25, 36, 64, 8, 5, 6. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നമ്പേഴ്സ് മാത്രം, ഡെസിമൽ ഇല്ലാത്ത നമ്പേഴ്സ് മാത്രമായിട്ട് ആദ്യം നമുക്ക് എഴുതി വയ്ക്കാം. 25 ഇൻറ്റു 36 ഇൻറ്റു 64. അപ്പോൾ ഡെസിമൽ ആദ്യം കൺസിഡർ ചെയ്യേണ്ട, ഹോൾ നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. 8 ഇൻറ്റു 5 ഇൻറ്റു 6 ഇൻറ്റു, ഇനി എങ്ങനെയാണ് സീറോസ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. അത്രയും സീറോസ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കുന്നു. 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ 6 സീറോസ് ഇട്ട് കൊടുക്കുന്നു. 6 സീറോസാണ്. ഓക്കെ, ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കാം. അത്രയും സീറോസ് നമുക്ക് ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ 1, 2, 3, 4, 5, 6, 7. അപ്പോൾ എത്ര? നമ്മൾ ന്യൂമറേറ്ററിൽ 7 സീറോസും ഡിനോമിനേറ്ററിൽ 6 സീറോസും ഇട്ട് കൊടുത്തു. അതെന്തുകൊണ്ടാണ്? നമുക്കിവിടെ 1, 2, 3, 4, 5, 6 ന്യൂമറേറ്ററിൽ 6 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അത്രയും സീറോസാണ് ഡിനോമിനേറ്ററിൽ നമ്മൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് സീറോസ് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 6 സീറോസ് ഉണ്ട്, ഇവിടെ എത്ര? 7 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 6 സീറോസിനെ ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ന്യൂമറിക്കൽ പാർട്ടിലോട്ട് വരാം. 6ഉം 36ഉം കൂടെ ക്യാൻസൽ ചെയ്തു, 5ഉം 25ഉം കൂടെ ക്യാൻസൽ ചെയ്തു 5, 8ഉം 64ഉം ക്യാൻസൽ ചെയ്തു 8. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എടുത്ത് എഴുതാം. 5 ഇൻറ്റു 6 ഇൻറ്റു 8 ഇൻറ്റു, ഇവിടെ നമ്മൾ ബാക്കി സീറോസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഒരു 10 ബാലൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതും എഴുതി. അപ്പോൾ ഇതെന്താണ്? 6 ഇൻറ്റു 5 30, 30 ഇൻറ്റു 8 ഇൻറ്റു 10. 3 ഇൻറ്റു 8 എത്രയാണ്? 24. പിന്നെ എത്രയാണ്? ഒരു സീറോ കൂടെ ഉണ്ട് ഇവിടെ. ഈ ഒരു സീറോയും കൂടെ ഇടുമ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 2400. അപ്പം നമ്മൾ സീറോസ് ഇടേണ്ടത് ന്യൂമറേറ്ററിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും സീറോസ് ഡിനോമിനേറ്ററിൽ നമ്മൾ ഇടണം. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. 0.1 എന്ന് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ഫ്രാക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 1/10 അല്ലേ? ഈ ഡിനോമിനേറ്ററിലെ 10 ആണ് ന്യൂമറേറ്ററിലെ ഒരു ഡെസിമൽ പ്ലേസ് ആയിട്ട് വരുന്നത്. അതുപോലെയാണ് നമ്മളിവിടെ ഈ പ്രോബ്ലത്തിൽ 2 സീറോ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 സീറോ ഇടുന്നു. ക്ലിയർ അല്ലേ? താങ്ക് യു.